ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ബോബ് മേക്കിംഗ് വീഡിയോ ആണ്. ഇതെനിക്കൊരു കുട്ടി ചോദിച്ചായിരുന്നു ഒരു ഹെയർ ബോബ് മേക്കിംഗ് വീഡിയോ ചെയ്യാമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അത് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങളിങ്ങനെ ഒന്ന് സജസ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ചെയ്യാൻ ഏത് വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കില്ലല്ലോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതാണ് സത്യം. എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇനിയും പെട്ടെന്ന് വീഡിയോസ് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. ഇതിൽ ഞാനൊരു എംബ്രോയ്ഡറി ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എംബ്രോയ്ഡറി വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇത് ചെയ്യാനായിട്ട് ഞാൻ ചെറിയൊരു സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് 5 പെറ്റൽസ് പോലെ ആദ്യം ഇങ്ങനെ 5 ലൈൻ പോലെ ഇത് വെച്ച് ചെയ്തിട്ട് ഓരോ ലൈനും വിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ സൂചിയും നൂലും ഇങ്ങനെ കയറ്റി എടുക്കുമ്പോൾ ഒരു ഫ്ലവർ ഷേപ്പ് ഇങ്ങനെ ആയി വരും കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്. വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആവുമേ. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണെങ്കിൽ ഞാൻ ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഓരോ സ്ട്രാൻഡ്സ് ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഒരു ഫ്ലവർ, ഒരു റോസിൻ്റെ രൂപത്തിലായി കിട്ടും. പിന്നെ ഞാൻ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഇതിൻ്റെ സ്റ്റെം ചെയ്തിട്ടുള്ളത്. ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുമ്പം ജസ്റ്റ് നോക്കിയാൽ മതി, ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന രീതിയാണ്. ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ കുറച്ച് വ്യത്യാസത്തിൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. കണ്ടോ, ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് കണ്ടോ കുറച്ച് മുന്നിലായിട്ട് കൊടുത്തിട്ട് ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്യണം. അന്നേരമാണ് ഒരു ഫിനിഷിങ്ങിൽ കിട്ടുന്നത്. ഇത് കുറച്ച് ബ്ലറായി പോയെന്ന് ക്ഷമിക്കുക. അപ്പം സ്റ്റെമ്മ് ഫുള്ള് ഞാൻ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളായിട്ടൊരു എംബ്രോയ്ഡറി കൊടുത്തതാണ്, പക്ഷെ ഭയങ്കര ഭംഗിയത് കാണാൻ. അവസാനമാകുമ്പം ആ ഹെയർ ബോയ്ക്കകത്ത് ഇത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പം എൻ്റെ ഇൻസ്റ്റാ ID ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ജസ്റ്റ് താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക, ഒന്ന് ഫോളോയും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എനിക്കത് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഈ എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് ഞാൻ ടൈ ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ഞാനത് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വരുന്നത്. എന്നിട്ട് ഈ ക്ലോത്ത് ഞാൻ 2ആയിട്ട് മടക്കി എടുത്തിട്ട് ഒരു 8.5 ഇഞ്ചിൽ മടക്കിയിട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8.5 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊരു ബേസ് ലൈൻ കൊടുത്തിട്ട് ആ എംബ്രോയ്ഡറിയുടെ തൊട്ടൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ലൈൻ കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് മുകളിലോട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാനിങ്ങനെ വരച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നടുക്കൂടെ ഫോൾഡ് ചെയ്തിട്ട് 2 അറ്റവും ഒരുമിച്ച് വെച്ചിട്ട് അവിടെ ഒരു ജസ്റ്റ് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ കർവ് പോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒരു കർവ് പോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എപ്പോഴത്തെ ഹെയർ ബോ മേക്കിംഗ് വീഡിയോ പറയുന്നത് പോലെ തന്നെ ഇതിന് സൂചിയും നൂലും വെച്ചായാലും ചെയ്യാം, മിഷൻ വേണമെന്ന് തന്നെയില്ല. ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു 2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം മൊത്തം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് നൂലിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, കാരണം നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്താണ് സ്റ്റിച്ച് വരുന്നതെന്നൊന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നടുക്ക് കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട്. ആ നടുക്ക് ഭാഗത്ത് കൂടി നമ്മൾ ഈ ക്ലോത്തിനെ നമ്മൾ വെളിക്കെടുക്കാൻ പോവുകയാണ്. അതായത് നല്ല ഭാഗം ഉള്ളിലാണ്, ആ ഭാഗത്ത് നമ്മൾ വെളിക്കെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് അത് ഫുള്ള് തിരിച്ചെടുക്കുന്നത്. ഇത് ഞാൻ തിരിച്ചെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലാറ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, ഞാനിവിടെ ഇപ്പോൾ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്യുന്ന വീഡിയോനകത്ത് കിട്ടിയില്ല, സ്കിപ്പായിപ്പോയി. അപ്പം ഞാൻ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഇഞ്ച് നീളത്തിലും ഒരു 3 ഇഞ്ച് വീതിയിലും ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു ഭാഗത്ത് കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു ഭാഗം മൂട്ടിയിട്ട് നീളത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്രയും ഭാഗത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൂടി ഇങ്ങനെ ഉള്ളിലോട്ട് ഈ തുണി തിരിച്ചെടുക്കാം.
ഇപ്പം ഞാനിതവിടെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ ചെയ്ത് വെച്ച സ്ട്രിങ് ഉണ്ടല്ലോ, ആ തിരിച്ചിട്ടിട്ട് അയൺ ചെയ്ത് വെച്ച ആ സ്ട്രിങ്, അതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ആ മിഡിലോട്ട് രണ്ടറ്റവും ഇങ്ങനെ വരത്തക്ക രീതിയിലൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നടുക്കൂടെ ഒന്ന് ചുരുക്കി ചുരുക്കി എടുത്തിട്ട് ഒരു നൂല് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം ഒരു നൂല് വെച്ചിട്ട്. കെട്ടൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അവസാനം ബാൻഡ് വെക്കുമ്പം എല്ലാം സെക്യൂറായിട്ടിരുന്നുള്ളൂ. ഞാനിവിടെ നന്നായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു പൊണിറ്റയിലൊക്കെ കിട്ടുന്ന നമ്മുടെ സാധാ റബ്ബർ ബാൻഡ് ഇല്ലേ, അതാണ്. അതിലിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഒരു സ്ട്രിങ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഓപ്പണിങ് തയ്ച്ചിട്ടില്ലാത്ത ഭാഗം ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ആ റബ്ബർ ബാൻഡും അതുമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മറ്റേ ഭാഗം ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വന്നിട്ട് താഴോട്ട് വരത്തക്ക രീതിയിൽ കൊണ്ടുവന്നിട്ട് ഈ റബ്ബർ ബാൻഡും ഈ ഹെഡ് ബോയും കൂടി ഒന്ന് ഒരുമിച്ചൊന്ന് തുന്നിയെടുക്കാം. ഞാൻ പറയുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചൊന്ന് കാണണേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസിൽ ഇത് എങ്ങനത്തെ വീഡിയോസാണ്, ഇങ്ങനത്തെ എന്തൊക്കെ ചെയ്തിട്ടാണ് കാണാനുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇത് അവസാനത്തെ സ്റ്റേജിലോട്ട് കടന്നിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സൂചി നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ നമ്മൾ ഈ ബാൻഡ് പോരാതെ അലിഗേറ്റർ ക്ലിപ്പിനകത്തോ അല്ലെങ്കിൽ ടിക്ടാക് ക്ലിപ്പിനകത്തോ ഒക്കെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ അതായിരിക്കും കുറച്ചും കൂടെ, കുഞ്ഞു കുട്ടികൾക്ക് നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് വലിയവർക്കും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് പ്രായമൊന്നും വേണ്ട. അപ്പോൾ അത് എന്ത് ഭംഗിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് നോക്കിയാൽ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കത്തില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.